അഡ്വക്കേറ്റ് ബി എൻ ഹസ്കർ, ദേവന്റെ സ്വത്ത് കൈകാര്യം ചെയ്യുന്നതിൽ അതീവ ജാഗ്രത വേണം എന്നാണ് ഈ ഒരു തിരുനെല്ലിയിലെ കേസ് പരിഗണിച്ചുകൊണ്ട് സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായ ഒരു ഉത്തരവ്. മൈനറുടെ സ്വത്ത് രക്ഷകർത്താവ് കൈകാര്യം ചെയ്യുന്നത് പോലെ സുരക്ഷിതമായി കൈകാര്യം ചെയ്യാൻ ചുമതലപ്പെട്ട ദേവസ്വം ബോർഡ് അല്ലെങ്കിൽ ക്ഷേത്രഭരണം കൈയാളുന്നവർ, അവരിൽ നിന്ന് അത്തരമൊരു സമീപനം ഉണ്ടാകുന്നില്ല എന്ന് മുൻകാല അനുഭവങ്ങളെല്ലാം നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ്. ഉദാഹരണത്തിന് ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയടക്കം എത്രത്തോളം നിർണായകമാണ്, പ്രാധാന്യമുള്ളതാണ് സുപ്രീം കോടതിയുടെ ഈ വിധി? സുപ്രീം കോടതി നിരീക്ഷിച്ചിരിക്കുന്നത് നിയമത്തിന്റെയും അതുപോലെ തന്നെ ഇതുവരെയുള്ള കസ്റ്റമറി നിയമങ്ങളുടെയും ഒക്കെ അനുബന്ധമായി തന്നെയാണ്. നിശ്ചയമായും ഡയറ്റി എന്ന് പറയുന്നത് ഒരു മൈനർ തന്നെയാണ്. ഡയറ്റി മൈനർ ആയിരിക്കുന്നിടത്തോളം കാലം ആ മൈനറുടെ സ്വത്ത് സംരക്ഷിക്കുക എന്നുള്ളത് ദേവസ്വത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്വമാണ്. ആ പൂർണ്ണ ഉത്തരവാദിത്വം കണ്ണിലെ കൃഷ്ണമണികളിലെ കാത്തു സൂക്ഷിക്കണം എന്നുള്ളതിൽ ഒരു സംശയമില്ല. ഇവിടെ ഇപ്പോ വന്നിട്ടുള്ള വിധിയുടെ പശ്ചാത്തലത്തിൽ ആ വിധിയുടെ സൂക്ഷ്മതലങ്ങളിലെ പരിശോധിച്ചുകൊണ്ടല്ല നാം ഇതിനെ കാണേണ്ടത്. ഇത് ഓരോ പൗരനും ജാഗ്രതയോടുകൂടി ഇക്കാര്യത്തിൽ നോക്കിക്കാണണം എന്നുള്ളതാണ്. ഇക്കാര്യത്തിൽ സംസ്ഥാന സർക്കാരിനോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കോ വ്യത്യസ്തമായ അഭിപ്രായമുണ്ട് എന്ന് കരുതുന്ന ഒരാളല്ല. കാരണം ഇതിൽ ഏതെങ്കിലും ഇടതുപക്ഷക്കാരെ ആയിട്ടുള്ള ആളുകൾ ഏതെങ്കിലും തരത്തിൽ വീഴ്ചകൾ വരുത്തിയിട്ടുണ്ട് എങ്കിൽ അതിനെ സംബന്ധിച്ച് പരിശോധിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള നടപടികൾ ഇടതുപക്ഷവും CPIM-ഉം വിശിഷ്യ എടുക്കും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. ഒരു സെക്കൻഡ് അഡ്വക്കേറ്റ് ബി എൻ ഹസ്കർ, ഇതിൽ CPM ഭരണസമിതിയാണ് ഈ മാനന്തവാടി സഹകരണ സൊസൈറ്റി ആയാലും രണ്ട് ബാങ്കുകൾ, തിരുനെല്ലി സർവീസ് കോപ്പറേറ്റീവ് ബാങ്ക്, ഇങ്ങനെ രണ്ട് ഭരണസമിതികൾ ആണ് ഈ 17 കോടിയിൽ പരം രൂപ ഈ തിരുനെല്ലി മഹാവിഷ്ണു ക്ഷേത്രത്തിലെയും തൃശ്ശിരേരി ശിവക്ഷേത്രത്തിലെയും സ്ഥിര നിക്ഷേപമായുള്ള ഈ ഫണ്ട് കൈകാര്യം ചെയ്തത് ഈ ഭരണസമിതികളാണ്. കാലാകാലങ്ങളായി ആവശ്യപ്പെടുകയാണ് ഈ രണ്ട് ക്ഷേത്രങ്ങളും അവിടെ പുനരുദ്ധാരണത്തിന് പണം വേണം എന്ന് പറഞ്ഞുകൊണ്ട് കാലങ്ങളായി കയറി നടക്കുകയാണ് ഈ ബാങ്കിൽ. പക്ഷേ അത് നൽകാൻ ഈ ബാങ്ക് ഭരണസമിതി തയ്യാറായില്ല. അത് CPM ആണ് ഭരിക്കുന്നത്. അപ്പോൾ ഏതെങ്കിലും വിധത്തിലുള്ള ഒരു ഇടപെടൽ CPM-ന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകും എന്ന് ഈ ഘട്ടത്തിൽ നമ്മൾ ആശിക്കേണ്ടതില്ലല്ലോ. അതുകൊണ്ടാണല്ലോ ഹൈക്കോടതി എടുത്ത തീരുമാനത്തെ ചോദ്യം ചെയ്യാൻ വേണ്ടി സുപ്രീം കോടതിയിലേക്ക് ഈ ഭരണസമിതികൾ പോകുന്നത്. അപ്പോൾ അതിൽ ഉദ്ദേശശുദ്ധിയില്ല എന്ന് കണ്ടുകൊണ്ട് തന്നെയല്ലേ സുപ്രീം കോടതിയിൽ നിന്നും ആ ഒരു വിധിയുണ്ടായത്? നീലിമ, നമ്മുടെ ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയുടെ നട്ടലും നടീഞരമ്പുമാണ് സഹകരണ സംഘങ്ങൾ. സഹകരണ സംഘങ്ങളുടെ അത്തരത്തിലുള്ള ഇടപെടലുകളും ആണ് കേരളത്തിലെ ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയെ ഒരു തരത്തിൽ വലിയ തോതിൽ പിടിച്ചു നിർത്തിയിരിക്കുന്നത്. പക്ഷേ ക്ഷേത്രത്തിലെ സ്വത്ത്, ദേവന്റെ സ്വത്ത് എടുത്തിട്ട് വേണോ അങ്ങനെ സഹകരണ മേഖലയെ അങ്ങനെ അവർക്ക് അതിജീവനത്തിനുള്ള ഒരു വഴിയല്ല ദേവന്റെ സ്വത്തുക്കൾ എന്നാണ് സുപ്രീം കോടതി വളരെ കൃത്യമായി പറഞ്ഞു വെച്ചിട്ടുള്ളത്. സഹകരണ മേഖലയിൽ നിക്ഷേപിച്ചിട്ടുള്ള ഇത്തരത്തിൽ ദേവസ്വത്തിന്റെ സ്വത്തുക്കൾ പല ഘട്ടങ്ങളിലും സഹകരണ മേഖലയിൽ നിക്ഷേപിക്കാറുണ്ട്. അത്തരത്തിൽ സഹകരണ മേഖലയിൽ നിക്ഷേപിക്കുന്നതിന് കൃത്യമായി അതിന്റെ പലിശയും ലാഭവും ഒക്കെ തന്നെ ലഭിക്കുകയും ചെയ്യുന്നു എന്നുള്ളത് ഒരു വസ്തുതയാണ്. ഒന്നും കിട്ടുന്നില്ല. അല്ല, നിലവിൽ ചില സഹകരണ സംഘങ്ങൾ പ്രതിസന്ധിയിലാവുമ്പോൾ സ്വാഭാവികമായും ആ ലോൺ തിരിച്ചടയ്ക്കുന്നതിനോ അല്ലെങ്കിൽ ആ നിക്ഷേപം തിരിച്ചു കൊടുക്കുന്നതിനോ വൈകുന്നു. ഇപ്പോ മാനന്തവാടി സർവീസ് സഹകരണ ബാങ്കിനെ സംബന്ധിച്ചാണെങ്കിലും തിരുനെല്ലി സർവീസ് സഹകരണ ബാങ്കിനെ സംബന്ധിച്ചാണ് ഇത്തരത്തിലൊരു ആക്ഷേപം വരികയും ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ അവർ തന്നെ നൽകിയ ഹർജിയിൽ സമയം നൽകണമെന്ന ആവശ്യം അംഗീകരിക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിലാണ് നിലവിൽ ഇപ്പോ സുപ്രീം കോടതിയെ സമീപിക്കുകയും അവിടെ അതൊരു തരം തെറ്റിദ്ധരിപ്പിക്കലല്ലേ അഡ്വക്കേറ്റ് ബി എൻ ഹസ്കർ? ഈ രണ്ട് ക്ഷേത്രങ്ങളിലെയും രണ്ട് സഹകരണ ബാങ്കുകളിൽ നടത്തിയ സ്ഥിര നിക്ഷേപം പിൻവലിച്ച് ദേശസാൽകൃത ബാങ്കുകളിലേക്ക് മാറ്റാനായിരുന്നു ഹൈക്കോടതിയുടെ ഉത്തരവുണ്ടായത്. അതിനെതിരെയാണ് ഈ CPM ഭരണസമിതികൾ സുപ്രീം കോടതിയെ സമീപിക്കുന്ന സാഹചര്യം ഉണ്ടായത്. അതിൽ കാലതാമസത്തിന്റെ അല്ലെങ്കിൽ കാലാവധി അവർ അംഗീകരിച്ചില്ല എന്നതിലൊന്നും കാര്യമില്ല. കാരണം വർഷങ്ങളായി ഈ ക്ഷേത്രങ്ങളുടെ പുനരുദ്ധാരണത്തിന് വേണ്ടി പലിശയെങ്കിലും നൽകൂ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഭരണസമിതികൾ ഈ ബാങ്കുകളിൽ കയറിയിറങ്ങാൻ തുടങ്ങിയിട്ട് നാളുകളായി, കൊല്ലങ്ങളായി. അല്ല നിലിമ, ഇതില് നമുക്കറിയാം വയനാടിലെ കാർഷിക സമ്പദ് വ്യവസ്ഥയെ സംബന്ധിച്ചിടത്തോളം വലിയ തോതിൽ പ്രതിസന്ധി നേരിടുന്ന ഒരു ഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. വയനാട് നേരിട്ട അതിഗുരുതരമായിട്ടുള്ള പ്രകൃതിക്ഷോഭങ്ങളും നമ്മുടെ മുന്നിലുണ്ട്. അപ്പൊ സ്വാഭാവികമായും തിരിച്ചടവ് വിവിധ ഘട്ടങ്ങളിൽ ബാങ്കുകളിലും സഹകരണ സ്ഥാപനങ്ങളിലും മുടങ്ങിയിട്ടുണ്ട്. എന്തിന് മൊറട്ടോറിയം പോയിട്ട് വയനാടിലെ മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതരുടെ
അവർക്ക് ലഭിച്ചിരുന്ന വായ്പകൾ എഴുതി തള്ളണമെന്ന ആവശ്യം പോലും കേന്ദ്ര സർക്കാർ നിരാകരിച്ചിരിക്കുന്ന ഒരു ഘട്ടത്തിലാണ് നാം ഈ വർത്തമാനം പറയുന്നതെന്ന് ഓർക്കണം. വയനാട്ടിലെ ജനങ്ങളോട് കാണിക്കുന്ന അനീതിയും നീതികേടുമാണ് ഒരു മിനിറ്റ് ശ്രീ വിജി തമ്പി, അപ്പോൾ ഈ സർക്കാരിന്റെ പ്രതിസന്ധി മറികടക്കാനുള്ള ഉപകരണമാണോ ദേവന്റെ സ്വത്തുക്കൾ? അതുകൊണ്ടല്ലേ ഗുരുവായൂർ ദേവസ്വത്തിൽ നിന്ന് 10 കോടി രൂപ എടുത്ത് മുഖ്യമന്ത്രിയുടെ ദുരിതത്തിന് കൊടുത്തത്? അല്ലെങ്കിൽ കൊടുക്കൂ? ഞാൻ ക്ഷേത്രത്തിലെ സ്വത്ത് മൈനറിൻ്റെ വകയാണ്. ആ മൈനറിൻ്റെ വക ഒരു ക്രയവിക്രയം ചെയ്യാൻ പാടില്ലാത്തതാണ്. അത് എന്തുദ്ദേശത്തിലെടുത്ത് കൊടുത്ത് 10 കോടി രൂപ അത് തിരിച്ച് കൊടുക്കാനായിട്ട് ഹൈക്കോടതി വിധി വന്നപ്പോൾ എന്ത് കൊടുക്കാത്തത്? വീണ്ടും ദേവസ്വം ബോർഡിൻ്റെ പൈസ എടുത്തല്ലേ സുപ്രീം കോടതി പോയിരിക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഇതിപ്പം ശ്രീ ഹസ്കർ തന്നെ പറഞ്ഞു, ഈ 2 ക്ഷേത്രങ്ങളല്ല, ഇതുപോലെ ഒരുപാട് ക്ഷേത്രങ്ങളുടെ പൈസ സഹകരണ ബാങ്കുകളിലുണ്ടെന്ന്. സഹകരണ ബാങ്കുകളിലെ പൈസ നമുക്കറിയാമല്ലോ, ഇവിടെ തൃശ്ശൂർ ഒരു സഹകരണ ബാങ്കിൽ എന്താ സംഭവിച്ചതെന്ന്. അപ്പോൾ ഇത് മനഃപൂർവ്വമാണ്. ഇത് പൈസ തട്ടിച്ച് ഇത് പല രീതിയിലേക്കും വഴിമാറ്റി ചിലവാക്കി കഴിഞ്ഞു. ആ ബാങ്കുകളിൽ പൈസ ഉണ്ടാവില്ല തിരിച്ചു കൊടുക്കാൻ. അതുകൊണ്ടാണ് വന്നത്. അപ്പോൾ ഈ സർക്കാരാണ് ഉത്തരം പറയേണ്ടത്. അപ്പോൾ ഈ സർക്കാർ ഇതിനെ തേച്ചുമാറ്റി കളയല്ല വേണ്ടത്. ഇപ്പം ശ്രീ ഹസ്കർ പറഞ്ഞു സർക്കാരും ഇതേ നിലപാടാണ് സ്വീകരിക്കുന്നത്. ഏത്? ദേവന്റെ സ്വത്ത് അപഹരിക്കരുതെന്ന്. പിന്നല്ലേ സർക്കാരിന്റെ ഒരു മുൻ MLA ഇതിനനുബന്ധമായി പറയാനുള്ളത്, ഈ ഒരു ഹൈക്കോടതിയുടെ വിധി വന്നപ്പോൾ അതിന് മറികടക്കാൻ വേണ്ടി നിയമനിർമ്മാണം വരെ ആലോചിച്ചിരുന്നു LDF സർക്കാർ എന്നാണ് പറയുന്നത്. അതായത് ദേവന്റെ സ്വത്തുക്കൾ ഏത് വിധേനയും തങ്ങളുടെ കൈവശം വെച്ച് അനുഭവിക്കാനുള്ള നിയമ നിർമ്മാണത്തിന് പോലും സംസ്ഥാന സർക്കാർ തയ്യാറായി എന്നുള്ള വാർത്തകൾ കൂടി പുറത്തു വന്നിരുന്നു. PN ഭാസ്കർ, അതല്ല ഇത് യഥാർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ദേവന്റെ സ്വത്ത് ഇവിടെ അടിച്ചു മാറ്റിയതിൻ്റെ പേരിൽ ഒരു പഴയ മുൻ MLAയും ദേവസ്വം ബോർഡിന്റെ 2 പ്രസിഡന്റുമാരും അകത്ത് കിടക്കുകയാണ്. അതെന്താ മറക്കുന്നത്? ദേവസ്വം ബോർഡിന്റെ എത്രയോ സ്റ്റാഫുകൾ ശബരിമലയിൽ വിലസി നടന്നിരുന്ന പല ആൾക്കാരും ഇന്ന് ജയിലിൽ കിടക്കുക. ഒട്ടേറെ ചോദ്യങ്ങൾക്കാണ് ഇപ്പോൾ മറുപടി പറയാനുള്ളത്. അല്ല നീലിമ, ഇതില് സംസ്ഥാന സർക്കാർ എങ്ങനെ ദേവന്റെ സ്വത്തുകൾ അടിച്ചുകൊണ്ട് പോകുന്നു എന്നൊരു നറേറ്റീവ് സൃഷ്ടിക്കാൻ വേണ്ടി നിങ്ങൾ കുറെ നാളുകളായി ശ്രമിക്കുന്നു. അക്കാര്യത്തിൽ ശബരിമല സ്വർണ്ണപ്പാളികളുടെ കവർച്ചയുമായി ബന്ധപ്പെട്ട് അത്തരം ഒരു ആരോപണം നിൽക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. നിങ്ങളിങ്ങനെ അത് സംബന്ധിച്ച് സംസ്ഥാന സർക്കാരിന്റെ നിലപാട് എന്തായിരുന്നു? അതിലെ ഒരു മുൻ MLA CPM ജില്ലാ കമ്മിറ്റി അംഗം കൂടിയാണ് അദ്ദേഹം. അദ്ദേഹത്തെ കേസിൽ പ്രതിയായി അദ്ദേഹത്തെ ഏതെങ്കിലും തരത്തിൽ പാർട്ടി സംരക്ഷിക്കാനുള്ള എന്തെങ്കിലും ഒരു നിലപാടെടുത്തിട്ടുണ്ടോ? ഗവൺമെന്റ് സംരക്ഷിക്കുന്ന എന്തെങ്കിലും നിലപാടെടുത്തിട്ടുണ്ടോ? തെറ്റ് ചെയ്തിട്ടുള്ളവർ ശിക്ഷ അനുഭവിക്കട്ടെ എന്നുള്ള നിലപാട് തന്നെയാണ് പാർട്ടി എടുത്തിട്ടുള്ളതും ഗവൺമെന്റ് എടുത്തിട്ടുള്ളതും. അങ്ങനെ വന്നപ്പോ എന്താ മുഖ്യമന്ത്രിക്ക് ഒരു വിറയല്? വന്നപ്പോ ധൈര്യമായിട്ട് പറഞ്ഞൂടെ അന്വേഷിക്കട്ടെ എന്തുകൊണ്ട് ധൈര്യമായിട്ട് പറഞ്ഞില്ല? ഇഡി അന്വേഷിക്കേണ്ട ഘട്ടത്തിലല്ല ഇത് നിൽക്കുന്നത്. അങ്ങനെ കൊടകര കുഴപ്പണ കേസിൽ ഇഡി അന്വേഷിക്കാൻ എന്താ നിങ്ങൾ ആവശ്യപ്പെടുന്നത്? ഇവിടെ വരുമ്പോഴെല്ലാം ഞങ്ങൾക്ക് ഭയമില്ല, എന്റെ മടിയിൽ കനമില്ല, ഞങ്ങൾക്ക് ഭയമില്ല എന്ന് പറയുന്ന മുഖ്യമന്ത്രിയും സർക്കാരും ഇന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുള്ള രേഖകൾ വിജിലൻസിനോട് ആവശ്യപ്പെട്ടു. പക്ഷേ അത് നൽകാനാകില്ല എന്ന നിലപാട് സർക്കാർ കൈക്കൊള്ളുന്ന അവസ്ഥയുണ്ടായി. അതെന്തുകൊണ്ട് സംഭവിച്ചു? അങ്ങനെ ഈ സ്വർണ്ണക്കൊള്ളയിൽ EDയെ ഭയക്കുന്നില്ല എങ്കിൽ കൃത്യമായ രേഖകൾ നൽകാമല്ലോ. നമുക്കറിയാലോ, സമീപ വർത്തമാനകാലത്തിൽ കഴിഞ്ഞ ആഴ്ചയിൽ വാർത്തകൾ നിറഞ്ഞു നിന്നത് ഒരു കേരള സർക്കാരിന്റെ കിഫ്ബിയുടെ മസാല ബോണ്ടുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഫെമ നിയമലംഘനവുമായി ബന്ധപ്പെട്ട് അയച്ചിട്ടുള്ള നോട്ടീസുകളുമായി ബന്ധപ്പെട്ടായിരുന്നു. അതിൽ എന്താ നിയമലംഘനം ഉണ്ടായിരുന്നത്? എന്ത് അപഹാസ്യമായിട്ടാണ് ആ EDയുടെ ആ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ED നടത്തുന്ന ആ പരിശ്രമം എന്ത് അപഹാസ്യമായിട്ടാണ് പരിണമിച്ചതെന്ന് നമ്മുടെ മുന്നിൽ തന്നെ ഉണ്ടല്ലോ. 2, ഇപ്പോ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് EDയുടെ അന്വേഷണം. ഇതിലെവിടെയാ മണി ലോണ്ടറിംഗ് എന്ന് പറയുന്ന PMLA ആക്ടിന്റെ പരിധിയിൽ വരുന്ന മണി ലോണ്ടറിംഗ് എന്ന് പറയുന്ന ഡെഫിനിഷനിലെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ നിരീക്ഷണമുണ്ട്. ഈ ശബരിമല സ്വർണ്ണ കവർച്ചയിൽ കള്ളപ്പണ ഇടപാട് നടന്നിട്ടുണ്ട്.